ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഇങ്ങോട്ട് നോക്ക്. മഹിമ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കേട്ടപ്പോ ഞാൻ ആദ്യം പേടിക്കായത് എങ്ങനെയെങ്കിലും അവള് രക്ഷപ്പെടുന്നത് തടയണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ അവളുടെ റിലീസ് ഓർഡർ കൊണ്ടുവരുമ്പോ തന്നെ അവൾക്ക് ജയിലിൽ ഇടാൻ തോന്നിയതിനെ വിധി നല്ലാതെ എന്ത് പറയാനാ. ആ ജോർജ് അതുപോലെ അവളെ ബുദ്ധിമുട്ടിച്ച് കാണും. അല്ലെങ്കിൽ അവൾ ഇത്രയും തിരക്ക് പിടിച്ച് ജയിലിൽ ചാടില്ല. അയാളെ നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കൈ കൊടുത്ത് സെൽഫി എടുക്കണം. മഹിമയെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പുലിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങള് ജയിലിൽ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം മഹിമയെ അനുഭവിച്ചിരിക്കും. അതാലോചിക്കുമ്പോഴാ മനസ്സിനൊരു കുളിര് തോന്നുന്നത്. അല്ല, ഇനി അറസ്റ്റിലായ അവള് വീണ്ടും ജയിലിലേക്ക് ജോർജിന്റെ അടുത്തേക്ക് തന്നെ പോകേണ്ടി വരില്ലേ? പിന്നല്ലാതെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതിന് ജോർജ് എന്തായാലും മഹിമയ്ക്ക് ഒരു പ്രത്യേക വിരുന്ന് തന്നെ ഒരുക്കും. അതിനേക്കാൾ വലിയ ശിക്ഷ മഹിമയ്ക്ക് കിട്ടാനില്ല. ഇപ്പോഴും നല്ല വേദന ഉണ്ടല്ലേ? ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പോലും നിനക്കില്ലേ? അവൾ ഒറ്റയ്ക്കൊന്നും ആയിരുന്നില്ല. എന്റെ പുറകിൽ നിന്ന് ആരോ അടിച്ചപ്പോഴാണ് ഞാൻ വീണത്. അവളെ സഹായിക്കാൻ ആരൊക്കെയോ കൂടെയുണ്ട്. അതാ സൂരജും സെലീനയൊക്കെ ആയിരിക്കും. അവരൊന്നും അല്ല. ബോധം പോകുന്നതിന് മുമ്പ് അവ്യക്തമായി എന്നെ അടിച്ച ആളെ ഞാൻ കണ്ടിരുന്നു. അയാൾക്ക് നല്ല തടിയും പൊക്കമൊക്കെ ഉണ്ട്. പിന്നെ പ്രായമുള്ള ഒരാളാ. അതിപ്പോ ആരാ? അല്ല, ഇനിയിപ്പോ അക്കമ്മയുടെ ആളുകളായിരിക്കോ? അക്കമ്മയോ? അതാരാ? ഡാഡിയുടെ ഒരു പഴയ ശത്രുവാ. ഗജയില്ല. അവിടെ വെച്ച മഹിമയെ പരിചയപ്പെട്ടപ്പോ അവര് തമ്മിൽ നല്ല കമ്പനിയായി.